എന്റെ ഫാദർ ഈ ബെഡിൽ കിടക്കുകയാണ്. കയ്യില് ഇവിടെ ചെറിയ വേദനയുണ്ട്. അതിന് നമ്മുടെ ഈ ഹാൻഡ് കയ്യിൽ കെട്ടുന്ന ബാൻഡ് അത് കെട്ടിക്കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അവിടെ സന്തോഷത്തോടെ കൊണ്ടിരിക്കുന്നു. ഇത് എന്റെ മമ്മിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒറ്റ കാര്യം പറയാണ്ട്, മുട്ടിന് വേദന, കാലിന് വേദന, തുടയിൽ വേദന, ഇവിടെ മൊത്തം വേദനയാ പറയുന്നത്. ഇന്ന് കൃത്യസമയത്ത് എഴുന്നേറ്റ് നല്ലവണ്ണം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, രാത്രി ഓരോ മണിക്കൂർ ഇടവിട്ട് ബാത്റൂമിലോട്ട് പോകും, യൂറിൻ പാസ് ചെയ്യാൻ പോകും. ഓരോ മണിക്കൂർ ഇടവിട്ട്. ഞാൻ മമ്മി ഉറങ്ങുന്നില്ലേ? മമ്മി ഇന്നലെ ഒറ്റ പ്രാവശ്യം പോലും ഉറങ്ങില്ല. ഇത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയാം. ഇനി മേ ബി ഇനിയിപ്പോ തുടർച്ചയായിട്ട് 5-6 ദിവസം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇനിയും ഇത് ഒബ്സർവ് ചെയ്യും. എന്റെ ഒരു കൂട്ടുകാരന് മേടിച്ചു കൊടുത്തു. എന്റെ തൊട്ടപ്പുറത്ത് തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു 2 ദിവസം എന്റെ അപ്പൻ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയില്ല. ഞാൻ പറഞ്ഞു ഞാന് താഴോട്ട് തീരെ നോക്കരുത്, മനസ്സുകൊണ്ട് ചെടി വരെ പോവാം. ആയിക്കോട്ടെ. ഇതിനകത്ത് തീരെ നോക്കണ്ട. നേരത്തെ നിങ്ങൾ കാണുന്നില്ല, നേരത്തെ നോക്കി അങ്ങ് പോവാം. വാടിക്കോട്ട് വാങ്ങിക്കോളൂ. ഇരുന്നിട്ടാ മൂത്ര വയ്ക്കുന്നേ? സൗമ്യ സുഖാണോ? നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയല്ലോ അല്ലേ? ഇപ്പൊ എത്ര 18 ദിവസമായി ഉപയോഗിക്കുന്നുണ്ട്. കൈ കെട്ടിയിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നുണ്ടോ നന്നായിട്ട്? വെള്ളം കുടിക്കുന്നുണ്ട് ആണല്ലേ? ഈ 18 ദിവസമായിട്ട് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? മാറ്റാണ്ട് കുറഞ്ഞക്ക് നിക്കാൻ പറ്റുന്നുണ്ട്. മറ്റു നിക്കാൻ പറ്റൂലായിരുന്നു, ഇപ്പൊ നിക്കാൻ പറ്റുന്നുണ്ടല്ലേ? പിന്നെ ചെറുങ്ങാൻ പിടിക്കാതെ നിക്കാൻ പറ്റും. ചെറുങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഉറക്കമൊക്കെ ഉണ്ടോ? ഉറക്കമെല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ. വേറെന്താ, ശ്വാസം മുട്ടലോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു? ശ്വാസം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതൊന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പം 18 ദിവസമായിട്ട് കറക്റ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഇപ്പം നടക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നടന്ന് കാണിക്കാൻ പറ്റുമോ? എൻ്റെ ഇതിൽ നടന്നാൽ മതി. ഓക്കെ. അത് മതി സൗമ്യ. ഓക്കെ. അപ്പം അത്യാവശ്യം പിടിക്കാണ്ട് ഒരു ബാലൻസിൽ നടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. കറക്റ്റ് ഇനിയും ഉപയോഗിക്കുക. വെള്ളം കറക്റ്റ് കുടിക്കുക. കയ്യിലും സ്ഥിരമായിട്ട് തന്നെ കെട്ടുക. ഓക്കെ. താങ്ക് യു സൗമ്യ. ശരി. ഇത് എൻ്റെ നേരെ മൂത്ത താത്തയാണ്. അപ്പം ഇവർ കോയമ്പത്തൂരാണ് വീട്. അപ്പം ഇവർ എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് ഇവിടെ വന്ന് 2 ദിവസമായി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കോവളം പോയിട്ട് വരാനുള്ള ഒരു സ്റ്റണ്ട് വെച്ചിട്ടുണ്ട് നെഞ്ചിൽ. അപ്പം ഇത് എനിക്ക് അറിയാം. പക്ഷേ അന്ന് എല്ലാവരും ജാളി അറിഞ്ഞത് കൊണ്ട് ഞാൻ അത് അറിഞ്ഞില്ല. താത്തയെ എന്ത് ചെയ്ത് ബോട്ടിങ്ങിൽ കയറ്റി വിട്ടു. താത്ത പോവില്ലെന്ന് പറഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് താത്തയെ ബോട്ടിങ്ങിൽ കയറ്റി വിട്ടു. ബോട്ടിങ്ങിൽ കയറ്റി വിട്ടപ്പോൾ താത്താക്ക് മറ്റേ ബോട്ടിങ് അടിച്ചടിച്ച് കയറിയപ്പോൾ താത്താക്ക് നെഞ്ചൊക്കെ ഡിസ്റ്റർബായി. നെഞ്ച് അങ്ങനെ കട്ടിയായി. പിന്നെ ഫേസ് എല്ലാം ഇരുണ്ട്, കണ്ണൊക്കെ അടച്ചു. കണ്ണടച്ചിട്ട് താത്താക്ക് ഒരുപാട് വയ്യാതായിപ്പോയി. പിന്നെ ഉടൻ തന്നെ ബോട്ടിങ് റിട്ടേൺ വന്നു. എല്ലാം ഒരു അറ്റാക്ക് വന്നു. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമത്തിലായി. എല്ലാവരും വിഷമത്തായി. പിന്നെ എന്ത് ചെയ്ത് താത്തയെ വിളിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ അനങ്ങുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത് നേരെ ആശുപത്രി കൊണ്ടുപോകാന്ന് വിചാരിച്ചു. മഴ ആട്ടോക്കാരൻ എന്ത് ചെയ്ത് നേരെ വീട്ടിൽ കൊണ്ടുവന്നു. എന്ത് എന്ന് ചോദിച്ചാൽ താത്ത അനങ്ങുന്നില്ല, സംസാരമില്ല, ഒന്നുമില്ല. ബോഡിയെല്ലാം കംപ്ലീറ്റും ഒരു വിറച്ചതുപോലെ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്ത് വന്നതും എന്തായിക്കോട്ടെ എന്ന് പറഞ്ഞു ഈ റിസ്റ്റ് ബാൻഡ് എടുത്ത് ഞാൻ താത്താറെ കയ്യിൽ കെട്ടി കൊടുത്തു. താത്താറെ ഒരു മാറ്റം വന്നു. അപ്പോൾ ശരി എന്തായാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തലയിൽ കെട്ടുന്നതെടുത്ത് വീട്ടിപ്പുറത്തെ കയ്യിൽ ഒരെണ്ണം കെട്ടിക്കൊടുത്ത് എൻ്റെ ബെഡുണ്ട്. ആ ബെഡിൽ തന്നെ താത്തയെ കിടത്തിയപ്പോൾ താത്ത ഒരു ചെറിയ ഒരു മാറ്റം വന്നു. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് നസീറെ വിളിച്ചു. നസീർ ഭായ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നസീർ ഭായ് പറഞ്ഞു,
ബൈ താത്തയെ ഇരുത്ത് താത്തയെ കൊടുന്ന് പറഞ്ഞു. നമ്മുടെ ഈ ബയോട്ടിന് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോൾ താത്ത വെള്ളം കുടിച്ചപ്പോൾ ചെറിയ ഒരു മാറ്റം കണ്ടിന്യൂ വന്നുകൊണ്ടിരുന്നു. പിന്നെ എന്ത് ചെയ്ത് നസീർ ഭായ് എൻ്റെ പറഞ്ഞു, ബൈ ഈ വലത്തെ മുക്ക് അടിച്ചിട്ട് ഇടത്തെ മുക്കിൽ ശ്വാസം എടുത്ത് വിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ വെള്ളവും കൂടും പറഞ്ഞു. വെള്ളവും കൊടുത്ത പിന്നീട് അൽഹംദുലില്ലാ താത്തയുടെ ഈ നെഞ്ചിലുള്ള കട്ട എനിക്ക് ഞാൻ ബോട്ടിലിருந்து ഇറങ്ങുന്നതും എൻ്റെ ഉടമ്പും அப்படி கண்ணൊക്കെ ചെറുതായി கண்ணൊക്കെ சின்னதாக மாறிடுச்சு. சின்னதாக மாறவும் இந்த ஷோல்டர்லாம் அப்படி தொங்கி போச்சு. எனக்கு என்ன செய்யணும்னு தெரியல. அப்படியே நடக்கவே முடியல. நடந்தால் அப்படி ஒரு பக்கம் இழுத்துக்கிட்டே போகுது. அப்புறம் என்ன பண்ணலான்னா அப்புறம் இது எங்கள் தம்பியானு அப்புறம் இவிட வந்து அப்படியே அமுக்கி விட்டுது. இப்போ கொஞ்சம் கண்ணு திறந்ததும் சரி நமக்கு வீட்டுக்கு போகலாம் அப்படின்னு சொல்லி வீட்டுக்கு ஆட்டோவில் ஏறினதும் எனக்கு சரீரம் ஃபுல்லும் போய் ഈ ഭാഗത്ത് നെഞ്ചൊക്കെ அப்படி കട്ടയായിട്ടുണ്ട്. ஏற்கனவே ஸ்டெண்ட் வச்சுட்டு. அப்போ சரி நம்ம எதுக்கும் வீட்டுக்கு போகலாம் அப்படின்னு வீட்டில் வந்து போட்ட எனக்கு ஒன்றுமே தெரியும். கண்ணு சின்னதாக போயிடுச்சு. கண் அடைஞ்சிருச்சு. இந்த இதெல்லாம் மறுபடியும் வந்து இப்படி ஏற கட்டிச்சு. இவ்வளோ கட்டையாகி பின்னாடி ஷோல்டர் தொங்கி போச்சு. கை தூக்குனா கை கீழே வந்து விழுந்து. വല്ലാത്ത ഒരു സംഭവമായി. சரி എന്തായാലും நம்ம ஆஸ்பத்திரிக்கே போகலான்னு சொன்னப்பதான் சரி நம்ம இதை உடனே கட்டலாம் அப்படின்னு சொல்லி தம்பி இந்த பயோட்டிங் இது கட்டி இது பயோட்டி இதை கட்டி விட்டு அப்புறம் நெத்தியில் ஏதோ கட்டி விட்டு அப்புறம் அந்த பெட்டில் கொண்டு போய் என்னை கடத்தி அப்புறம் வெள்ளம் கொடுத்து அந்த பாட்டிலில் தண்ணி தந்தாங்க. அந்த தண்ணியும் குடிச்சிட்டு என்னை அப்படி படுக்க வச்சாங்க. கொஞ்ச நேரத்தில் ஒரு சுறுசுறுப்பு எனக்கு உள்ளுக்குள்ள அப்படி தெரியுது. எப்படி நல்லா படுத்து கிடக்குறேன். எனக்கு அந்த மயக்கமெல்லாம் அப்படி போகுது. ஷோல்டர் எல்லாம் அப்படி சரியாயிருச்சு. எனக்கே தெரியுது. அப்புறம் இந்த ஷோல்டர் சரியாயிருச்சு. அப்புறம் இந்த கட்டை எல்லாம் அப்படியே நார்மல் ஆகிட்டே இருந்துச்சு. அப்புறம் பின்னாடி அது குத்துற அப்படியே சுளுக்குன்னு குத்திட்டு இருந்தது எல்லாமே. ഒരു അറ്റാക്ക് വരുമ്പോൾ എങ്ങനെ സംഭവിക്കും? അതൊക്കെ അറ്റാക്ക് വരുമ്പോൾ മറ്റേ ശരീരം அப்படி சரியா போச்சு. அப்புறம் இந்த கை மேல தூக்கியா தூக்கி சரியா நல்லா தான் இருக்க ஒண்ணு இல்லை. நல்லா தூங்கி அந்த பயோட்ரிமா அந்த பெட்டில் படுத்த பின்ன எந்திக்கும் போது எனக்கு பசி வந்து நானாவே எந்திரிச்சு வந்து ஏன்னா யாரும் பிடிக்கல. ஃபர்ஸ்ட் எல்லாரும் തന്നെ പിടിച്ച് அந்த കട്ടിലിൽ കൊണ്ട് പടുത്തിട്ട് அப்புறம் ഈ അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ഉണ്ടായി? നിങ്ങൾ இதுக்கு முன்னாடி எனக்கு அட்டாக் வந்த அதே ஃபீல் தானே ഇപ്പോൾ ഉണ്ടായി. ஏற்கனவே ஸ்டெண்ட் വെച്ച് മരിച്ചു പോകും എന്നുള്ള ആ ഭയം വന്നു. നടക്കൂല ഇനി മരിച്ച് അങ്ങനെ എല്ലാവരും കരയാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഉള്ള ആള് എന്തെങ്കിലും ഇനി വീട്ടിൽ എന്നെ വിളിച്ച് പറഞ്ഞോണ്ട് പറഞ്ഞു. എനിക്ക് ആകെ ഞാൻ പേടിച്ചു പോയപ്പോ നമ്മൾ ഈ സാധനം വെച്ചപ്പോ സംഭവം റെഡിയായി. അപ്പൊ എനിക്കൊരു വിശ്വാസം വെള്ളം എടുത്ത് കൊടുത്തു. വെള്ളം കുടിച്ചപ്പോ ആണ് റെഡിയായി. പിന്നെ ഈ ശ്വാസം എടുത്ത് വലിച്ച് ഈ ബയോട്ടോറി എന്ന പ്രോഡക്റ്റ് എനിക്ക് നല്ല പറ്റി. നിങ്ങൾക്ക് റിസൾട്ട് ആയി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? എനിക്ക് പറ്റി ഒന്നുമേ தெரியாது. இப்ப தானே தம்பி தானே கட்டின பின்ன எனக்கு அது தெரிஞ்சது. அப்புறம் நல்லா தூங்கி எந்திரிச்சது. நானாவது யாருமே நானா நடந்து வந்து பசிக்குது கொஞ்சம் கஞ்சித்தா அப்படின்னு சொல்லி தம்பி கொண்டாடிட்ட கேட்டேன். നിങ്ങളുടെ സ്വന്തം സ്ഥലം கோயம்புத்தூர். தம்பி வீட்டுக்கு வந்தது. ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നതാണ്. ஆமா തമ്പി വീട്ടിൽ തിരുവനന്തപുരത്തേക്ക് ഞാൻ വന്നത്. അപ്പൊ അപ്പോഴാണ് ഈ ഒരു വിഷയം ഉണ്ടായതും എല്ലാം. അപ്പോഴേ നിങ്ങൾക്ക് ഇപ്പോ ഏകദേശം ഇതിനെ കുറിച്ച് നല്ല വിശ്വാസമായി. എന്നിട്ട് ഞാനത് വാങ്ങി. എൻ്റെ പേര് സബീന. ഞാൻ താമസിക്കുന്നത് നെട്ടൂരാണ്. എനിക്ക് 13 വർഷമായി ഷുഗർ തുടങ്ങി ആക്സിഡൻറ്റിലുണ്ടായതാണ്. ഷുഗർ പേഷ്യൻ്റാണ് ഞാൻ. പല ഓപ്പറേഷനും ഒരുപാട് ഇത് കഴിഞ്ഞു. എൻ്റെ കാല് വിരൽ പഴുത്ത് അങ്ങനെ കൊണ്ടുവച്ചത് രക്തോട്ടം ഇല്ലെന്നല്ല മരിച്ചതിന് തുല്യമായിരുന്നു എൻ്റെ കാല്. ആ കാല് ഇവിടെ വെച്ച് മുറിച്ച് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. കാര്യം കാല് പോയി. അപ്പോൾ ഡോക്ടർ എന്നിട്ട് സമ്മതിച്ചില്ല. 10 ദിവസത്തിനുള്ളിൽ മുറിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പൂറ്റ് ചെത്തിക്കളഞ്ഞു. മൊത്തത്തിലങ്ങ് പറ്റി അങ്ങ് ചെത്തിക്കളഞ്ഞ ആ ഇത് അവസരത്തിലാണ് ജൂൺസ് എന്ന് പറഞ്ഞാൽ ഇത് ജൂൺസ് ഈ പ്രോഡക്റ്റുമായിട്ട് വരുന്നത്. അന്നേരം ഞങ്ങൾ ഇത് വാങ്ങിച്ചില്ല. അന്നേരം ഞങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചത് ഒരു കുപ്പി വെള്ളമാണ്. ജൂൺസ് ഉപയോഗിച്ച് ആ വെള്ളം കൊണ്ട് തന്നിട്ട് ഇത് ഉപയോഗിക്കുന്നത് വെളുത്തിരുന്ന ആ കാലിൽ അത് ഉപയോഗിച്ചൊരു 1 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ആ ഉപ്പൂറ്റിലേക്ക് ബ്ലഡ് വരാൻ തുടങ്ങി. എൻ്റെ കാലിന് ജീവൻ വെച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഇതും വാങ്ങിച്ചതും അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. എൻ്റെ മക്കളുടെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ എൻ്റെ കാലിൻ്റെ ഇത് വന്നു. അതുകൊണ്ട് ഇത് വാങ്ങിച്ചെന്ന് വെച്ചാൽ ഈ വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ശരീരത്തിന് നല്ല ഇതാണ്. എനിക്ക് പല്ലുവേദന വന്ന് ഡെയിലി മോണയൊക്കെ പഴുത്ത് എപ്പോഴും ഗുളിക കഴിക്കല. ഞാൻ ആ പ്രോഡക്റ്റ് തലയിൽ വെച്ച് കിടന്നതിന് ശേഷം എനിക്ക്
ഇപ്പൊ ഗുളിക കഴിക്കേണ്ടേ ഇല്ല, ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഞാൻ ഷുഗറിന്റെ, അല്ലാതെ മരുന്ന് ഒഴിവായി. കാര്യം പല്ലുവേദനക്കുള്ള ഗുളിക ഇപ്പം ഞാൻ കഴിക്കുന്നില്ല. എൻ്റെ ആരോഗ്യം ഒരുവിധം തിരിച്ചു കിട്ടി, എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. എൻ്റെ കാലിൽ പടച്ചവനാണ് തരും. ജൂൺസ് അന്നേരം കൊണ്ടുവന്ന് ഒരിക്കലും ഇതായിട്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് ആർക്കാണെങ്കിലും എത്ര ഇതിലാണെങ്കിലും അത് ഉപയോഗിച്ചാൽ നമ്മളെ ജീവിതം തിരിച്ചു കിട്ടിയതിന് തുല്യമാണ്. നമ്മളെ കുടുംബത്തിനാണെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ ഒരു 40 വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കാല് മുറിച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു അവസ്ഥ. ജൂൺസ് പറഞ്ഞാൽ കാല് മുറിക്കണ്ട, നിങ്ങൾ ഇത് ഉപയോഗിച്ചു 10 ദിവസത്തിനുള്ളിൽ മുറിച്ച് കളയും. ഡോക്ടർ പറഞ്ഞ 10 ദിവസം അതിനുള്ളിൽ ഈ കാല് മുറിച്ചിരിക്കും എന്ന് പറയാം. രണ്ടാമത്തെ ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ കൈ തന്നെനിക്ക്. കാര്യമുണ്ടല്ലോ, എൻ്റെ കാലിൻ്റെ മാറ്റം കണ്ടിട്ട് ഡോക്ടർക്ക് അത്ഭുതം. ഡോക്ടർ പറഞ്ഞ ഉപ്പൂറ്റി പഴുത്തൊരു കാല് മുറിച്ച് കളയാതെ മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ മുറിച്ച് കളയാതിരുന്നിട്ടില്ല, ഡോക്ടർ പറഞ്ഞതാ. എന്നിട്ട് അടുത്ത് കിടന്നൊരു പേഷ്യന്റിനോട് പറഞ്ഞതാ, ഇനി വരുമ്പോൾ ഇതുപോലെ കളർഫുള്ളായിട്ട് വരണം. കാരണം ബ്ലഡിൽ കുളിച്ചിരിക്കണം എൻ്റെ കാല്. കാര്യം ഒരു തുള്ളി ബ്ലഡ് ഓട്ടം ഇല്ലാത്ത കാല്. അത് കാല് പഴുത്തുന്നത് തന്നെത്താനെ ബ്ലേഡ് വെച്ച് ചെത്തിയ കാലാ. കാര്യം വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഇതിലൂടെ എനിക്ക് കിട്ടിയ മാറ്റം. ഇതുകൊണ്ട് 7500 12,000 പോകുന്നേയല്ല, നമുക്ക് നമ്മുടെ ജീവിതമാണ് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് ആരും ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടാന്ന് വെക്കരുത്. നമുക്കുണ്ടാകുന്ന പല അസുഖത്തിനും ഷുഗർ 400 500 കുറയില്ല. മരുന്നിൽ നിന്ന് കിട്ടിയത് ആ ഷുഗർ എനിക്കിപ്പം ചെക്കപ്പ് ചെയ്തപ്പോൾ 130. ഈ വെള്ളം ഉപയോഗിക്കുക. ഈ വെള്ളം നമുക്ക് നല്ല ഗുണം ചെയ്യും. ഈ വെള്ളം ഉപയോഗിച്ചാൽ ഈ വെള്ളം ഷുഗർ ഇപ്പം 130 160 നിൽക്കുക. ഷുഗർ കുറഞ്ഞു. ഇൻസുലിൻ എടുക്കും. മരുന്നില്ല ഇപ്പം. ഞാൻ ഇത് കള്ളം പറയണല്ല, എൻ്റെ മക്കളാണ് വരെ ഷുഗറിൻ്റെ മരുന്നെല്ലാം ഞാൻ ഉപയോഗിച്ച്. പടച്ചവനാണ് സത്യം. ഞാനിത് കള്ളം പറയും. ഇത് വിറ്റ് കിട്ടാൻ ഇതുവരെ എൻ്റെ അനുഭവം, എനിക്ക് ഇതുകൊണ്ടുണ്ടായ ഇത്, അതാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞ്